ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കപ്പ് കേക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് അല്ലേ? അപ്പോൾ അത് നമ്മൾ വീട്ടിൽ തന്നെ നമുക്കുള്ള സാധനങ്ങൾ വെച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കപ്പ് കേക്ക് ഉണ്ടാക്കിയാലോ. നമുക്ക് വിശ്വസിച്ച് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ കുട്ടികൾ കഴിച്ച് മതിയാക്കിയ സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 തരം ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ആരോ റൂട്ടും പിന്നെ ക്രീം ബിസ്ക്കറ്റും. നമ്മൾ കുട്ടികൾക്ക് വാങ്ങിച്ച് വെക്കുന്ന ബിസ്ക്കറ്റുകളിൽ ഏതെങ്കിലും എടുത്താലും മതിയാകും. പിന്നെ വേണ്ടത്, ഞാനൊരു കഷ്ണം ഏത്തപ്പഴം ബോയിൽ ചെയ്തതാണ്. കൂടുതലങ്ങോട്ട് പഴുക്കാത്ത പഴമായിരിക്കണം കേട്ടോ. അത് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ആയാലും മതിയാകും. പിന്നെ 1/2 കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ആവശ്യാനുസരണം നമുക്കിതിലേക്ക് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആ ബിസ്ക്കറ്റുകളൊക്കെ ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം കേട്ടോ. കുട്ടികൾക്ക് വേണ്ടി മേടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റുകളിൽ ഏതെങ്കിലും ആയാലും മതിയാകും. അത് കുറച്ചെടുത്തിട്ട് ഒടിച്ച് ജാറിലേക്ക് ഇടുക. കൂടുതൽ അങ്ങോട്ട് ഉണ്ടാക്കാൻ പോകണ്ട. കുട്ടികളെപ്പോഴും കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ മതിയാകും. അതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കിയാൽ മതിയാകും. അപ്പോൾ ഇതുപോലെ കുറച്ചെടുത്തിട്ട് ഒടിച്ച് അതിനകത്തേക്ക് ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് വേണ്ടുന്ന പഞ്ചസാര ചേർക്കുക. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ളത് ചേർക്കുക. ഞാനിവിടെ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അത് ചേർത്തതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാനത് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്, പഞ്ചസാരയും ബിസ്ക്കറ്റും. പിന്നെ ഇതിലേക്ക് ഇനി നമുക്ക് 3 ടീസ്പൂൺ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. റിഫൈൻഡ് ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീയോ ബട്ടറോ ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പ് മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് മാവ് ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക. പിന്നെ ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ അതും കൂടി ചേർക്കുക. പിന്നെ ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർക്കുക. ബട്ടർ ചേർക്കുന്നവരാണെങ്കിൽ ഉപ്പ് ഒഴിവാക്കുക കേട്ടോ. ബട്ടറിന് ഉപ്പ് ഉള്ളതുകൊണ്ട് അത് മതിയാകും. പിന്നെ 3/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുക. എന്നിട്ട് നമ്മൾ 1/2 കപ്പ് പാലെടുത്ത് വെച്ചതിൽ കുറച്ച് ചേർത്തിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പാല് പിന്നീട് ബാക്കിയുള്ളത് ചേർക്കുക. അപ്പം ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. അപ്പോൾ അതെല്ലാം ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് മിക്സായിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ കുറച്ച് ടൈറ്റാണ്, അതുകൊണ്ട് നമുക്കിതിലേക്ക് ബാക്കി പാലും കൂടി ചേർക്കാം. ബാക്കി പാല് ചേർത്തിട്ട് ഇതിലേക്ക് ആ ബോയിൽ ചെയ്ത് വെച്ച പഴം നടുവേ പിളർന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അരി മാറ്റണം. അത് മാറ്റിയതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കുക. പഴം കൂടുതൽ ചേർക്കരുത് കേട്ടോ. പഴം കൂടുതൽ ചേർത്താൽ നമ്മളിത് ബേക്ക് ചെയ്ത് എടുക്കുമ്പോഴേക്കും പൊങ്ങിയിട്ടുണ്ടാവും. പക്ഷേ നമ്മളെടുത്ത് പുറത്തേക്കുമ്പോഴേക്കും ആ പൊങ്ങൽ താറിപ്പോവും. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പഴം ഒഴിവാക്കാം. അതിന് പകരം മുട്ട ചേർത്താലും മതിയാകും. ഒരു മുട്ട ചേർക്കാം ഇതിൽ. അപ്പോൾ പാലിൻ്റെ അളവ് കുറച്ച് കുറക്കണം. കാരണം മുട്ട ചേർക്കുമ്പോൾ കുറച്ച് ലൂസാകും ബാറ്റർ. അപ്പോൾ പാല് കുറച്ച് ചേർത്താൽ മതിയാവും. അല്ലെങ്കിൽ ഒരുപാട് ലൂസായി പോവും. അപ്പോൾ അത് നമുക്ക് പറ്റില്ല. അതുകൊണ്ട് മുട്ട ചേർക്കുമ്പോഴേക്കും പാല് കുറച്ച് ചേർത്താൽ മതി. അല്ലെങ്കിൽ പഴം കുറച്ച് ചേർത്താലും മതിയാവും. മുട്ടയ്ക്ക് പകരമാണ് പഴം ചേർക്കുന്നത്. പഴം ആകുമ്പോൾ ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ബാറ്റർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയാണിത്. ഇത് നമുക്കിനി മോൾഡിലോട്ട് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാൻ വെക്കാം. പാനിലാണ് ഞാൻ ബേക്ക് ചെയ്യാൻ പോകുന്നത്. പാൻ ചൂടാക്കി ഇട്ടിരിക്കുകയാണ്. മോൾഡിൽ നിങ്ങൾ ബാറ്റർ ഒഴിക്കുമ്പോൾ മോൾഡിൻ്റെ പകുതിയേ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ആ മോൾഡ് വെച്ച കേക്ക് ടിന് നമുക്ക് ഈ പാനിനകത്തേക്ക് വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ട് പഴുപ്പിച്ചതായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ ടോപ്പിലോട്ട് കുറച്ച് അട്രാക്റ്റീവായിട്ടുള്ള ചെറി നുറുക്കിയത് ചേർക്കാം. ചെറി കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ്. മിക്ക കുട്ടികൾക്കും ഇഷ്ടമാണ് ചെറി. നമ്മൾ ബണ്ണൊക്കെ വാങ്ങിക്കുമ്പോഴേക്കും അതിലുള്ള ചെറി മാത്രം പെറുക്കി എടുത്ത് കഴിച്ചിട്ട് കുട്ടികൾ പോകാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടതാണ് ചെറി.
നിങ്ങളുടെ കൈകളിലില്ലെങ്കിൽ അത് ചേർക്കണ്ട. അല്ലെങ്കിൽ കറുത്ത മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഉണക്കമുന്തിരി അത് അതിൻ്റെ പുറത്തേക്ക് 2-3 വീതം ഇട്ടാൽ മതി. കാണാൻ ഒരു അട്രാക്റ്റീവ് ആവും. അപ്പോൾ അത് കാണുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടവുമാവും. അപ്പോൾ ചെറിയൊക്കെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കാഷ്യൂസ് നുറുക്കിയതും കൂടി ചേർക്കാം. കശുവണ്ടി നുറുക്കിയത് കുട്ടികൾക്ക് അതും ഇഷ്ടമുള്ള ഒരു സാധനമാണ്. പിന്നെ കുറച്ച് ഹെൽത്തിയുമാണ്. കുട്ടികൾ കാഷ്നട്ടൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ കുറച്ച് കാഷ്യൂസും കൂടി നുറുക്കിയത് ഇതിൻ്റെ പുറത്തേക്ക് ചേർക്കുക. അപ്പോൾ ഇതിലേക്ക് ചേർത്ത എല്ലാ സാധനങ്ങളും നമ്മളുടെ കൈകളിലുള്ളത് തന്നെയല്ലേ. കാഷ്യൂസൊക്കെ നമ്മളുടെ കൈകളിലുള്ള സാധനങ്ങൾ തന്നെയാണ്. ചെറി ചിലപ്പോൾ ഇല്ലായിരിക്കും, പക്ഷേ അതിന് പകരം നമുക്ക് കറുത്ത മുന്തിരി ചേർക്കാം. ഇതിന് ശേഷം കവർ ചെയ്ത് ഒരു 25-30 മിനിറ്റ് മീഡിയം ഹൈ ഹീറ്റിൽ ബേക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് ആയിട്ടുണ്ട്. മീഡിയം ഹൈ ഹീറ്റിലാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്തത്. നന്നായിട്ട് പഴുപ്പിച്ച പാനിലോട്ടാണ് ഞാനിത് വെച്ചതും. അപ്പോൾ 25 മിനിറ്റ് കൊണ്ട് കറക്റ്റായിട്ട് ഇത് കുക്കായി കിട്ടി. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്, ബേക്കും ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴേക്കും കുട്ടികൾക്ക് കഴിക്കാൻ തോന്നും. കാരണം അത്രയ്ക്ക് അട്രാക്റ്റീവാണ്. കുട്ടികൾ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് മുകളിൽ കിടക്കുന്നത്. ചെറിയും പിന്നെ കാഷ്യൂ നട്ട്സൊക്കെ ഇത് കാണുമ്പോൾ കുട്ടികൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ആകാംക്ഷ തോന്നും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സും അറിയിക്കുക. പിന്നെ വീണ്ടും നമുക്ക് ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.